അശ്വിൻ പാലാഴി തുടരുന്നു. അശ്വിനി ഇയാൾ കമാന്ന് മിണ്ടില്ല. ഇയാളുടെ വായിൽ നിന്നും ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പോലീസിൻ്റെ സ്ഥിരം ശൈലികളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ഇയാൾ ഹൈ ഡയബറ്റിക് പേഷ്യൻ്റാണ്. എന്തെങ്കിലും ചെയ്താൽ മറ്റെന്തെങ്കിലും സംഭവിക്കും. അത് കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇയാളോട് ചോദിക്കുക എന്നത് മാത്രമേ പോലീസിന് വഴിയുള്ളൂ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അപ്രോച്ചേ ഉള്ളൂ. അയാൾ കമാന്ന് മിണ്ടുന്നില്ലെങ്കിൽ പിന്നീട് പോലീസിന് പിടിവള്ളിയാവേണ്ടത് ശാസ്ത്രീയ തെളിവാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 60-ലധികം അസ്ഥികഷ്ണങ്ങൾ ഈ തിരോധാന കേസിൽ, ജൈനമ മാത്രമല്ല, ഈ തിരോധാന കേസിൽ ആരുടെയെങ്കിലും ഒരാളുടേതാവണം DNA പരിശോധനാ റിസൾട്ട് വരുമ്പോൾ. അശ്വിൻ അല്ലേ? ഹാഷ്മി, തീർച്ചയായും ആ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘവും. അതിൽ ഏറ്റവും നിർണായകം DNA പരിശോധനാ ഫലം തന്നെയാണ്. അതിൽ 2 തവണയായി കിട്ടിയ 60-ലധികം വരുന്ന അസ്ഥികഷ്ണങ്ങളുണ്ട്. അത് ആരുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഒരുപക്ഷെ അതിൽ ഒന്നിലധികം ആളുകളുടെ അസ്ഥികഷ്ണങ്ങൾ കുഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലും അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം പലയിടത്തു നിന്നായി കിട്ടിയ പല രൂപത്തിലുള്ള അല്ലെങ്കിൽ പല സവിശേഷതകളുള്ള അസ്ഥികഷ്ണങ്ങൾ തന്നെയാണ് കണ്ടെത്തിയത്. പക്ഷേ അതിൽ പലതും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല. അതായത് ഈ അസ്ഥികഷ്ണങ്ങൾ എവിടെയോ ശരീരം മറവ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ കത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് പെറുക്കിയെടുത്ത് വീണ്ടും ഒരിടത്ത് കൊണ്ടിട്ട് കത്തിച്ച നിലയിലാണ് അസ്ഥികഷ്ണങ്ങൾ കണ്ടത്. സ്വാഭാവികമായി ബോഡിയിൽ ഇരുന്ന് കത്തിയ നിലയിലായിരുന്നില്ല. രണ്ടാമത് ഒരിക്കൽ കൂടി കത്തിച്ച നിലയിലാണ് അസ്ഥികഷ്ണങ്ങളെല്ലാം കണ്ടെത്തിയത്. അതൊരു പക്ഷേ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തെ കട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം എന്നുള്ളതാണ് അന്വേഷണ സംഘവും ഈ വിദഗ്ധരുമൊക്കെ, ഫോറൻസിക് വിദഗ്ധരുമൊക്കെ സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യന്റെ ബുദ്ധി എവിടെ വരെ പോയി എന്നുള്ളത് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതാണ് ഇയാളൊരു സൈക്കോ കില്ലറാണ് എന്നുള്ള സംശയമൊക്കെ ഉയരാൻ കാരണവും. എന്തായാലും ഇന്നലെ ഈ സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന സെബാസ്റ്റ്യന്റെ പറമ്പിനോട് ചേർന്നാണ്. ഇന്നലെ നമുക്ക് കാണാവുന്നതുപോലെ സെബാസ്റ്റ്യന്റെ പറമ്പിൽ 2.5 ഏക്കറോളം വരുന്ന ഈ പറമ്പിൽ 6 പോയിന്റുകളിലാണ് പോലീസ് അന്വേഷണ സംഘം കുഴിയെടുത്ത് നോക്കിയത്. അത് സെബാസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, അത് ചില സംശയങ്ങളുടെ പേരിലാണ്. ആ 6 മണ്ണ് മാറ്റിയ 6 ഇടങ്ങൾ നമുക്ക് വ്യക്തമായി കാണാനാവുന്നുണ്ട്. അതിൽ 6 ഇടങ്ങളിൽ ഒരു പോയിന്റിൽ നിന്ന് മാത്രമാണ് ഈ അസ്ഥികഷ്ണങ്ങളെല്ലാം കണ്ടെടുക്കാനായത്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ എവിടെയോ രണ്ടാമത് കത്തിച്ച അസ്ഥികഷ്ണങ്ങൾ അവിടെ കൊണ്ട് നിക്ഷേപിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും സംശയിക്കുന്നത്. ഒപ്പം ഈ പറമ്പ് നമുക്ക് കാണാം, അത് കൃത്യമായി വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ഇന്നലെ അന്വേഷണ സംഘം ആളുകളെ വെച്ച് ചെയ്യിച്ചതാണ്. അത് വീണ്ടും കുഴിക്കാനല്ല. അവിടങ്ങളിൽ ഈ പെനട്രേറ്റിംഗ് റഡാർ വെച്ച്, അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ വെച്ച് പരിശോധന നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ പറമ്പ് നിരപ്പാക്കിയിട്ടിരിക്കുന്നത്. എന്തായാലും അത് കൃത്യമായ ഒരു പരിശോധന, ഇതിനിടയിൽ ഇനിയും മൃതദേഹാവശിഷ്ടങ്ങളുണ്ടോ എന്നൊക്കെ ഈ ശാസ്ത്രീയ പരിശോധനയുടെ, ഈ യന്ത്ര സഹായത്തോടെയുള്ള പരിശോധനയുടെ കണ്ടെത്താനാകും. അതൊരു പക്ഷെ നാളെ നടക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ശാസ്ത്രീയമായ 2 പരിശോധനകൾ ഇനി നടക്കാനിരിക്കുകയാണ്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ ആ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് നിർണായകമാവും. കാര്യം ഇയാളിൽ നിന്നും ഏതെങ്കിലും ഒരു വിവരം പോലീസ് പ്രതീക്ഷിക്കുന്നില്ല.